ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠതയേറിയ വലിയ കരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും സമ്പന്നമായി, ശ്രേഷ്ഠമായി, അനുകൂലമായി ചലിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാൻ കർത്താവിൽ ആശ വെക്കുകയാണ്. അതിനാധാരമായ വചനഭാഗം സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന്, ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്കൊരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് താനൊരു നന്ദി പ്രഖ്യാപനമാണ് ഇവിടെ വ്യക്തമായി വരച്ച് കാണിക്കുന്നത്. ഈ നന്ദി പ്രഖ്യാപനം ശക്തിയോടെ വിളിച്ച് പറഞ്ഞ് മുമ്പോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഈ മനുഷ്യൻ ഈ അധ്യായം മുഴുവൻ കർത്തന്റെ സന്നിധിയിൽ നന്ദി പറയുകയാണ്. നമുക്ക് എത്രത്തോളം കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് നന്ദി പറയാൻ കഴിയും? എത്രയും നന്ദി പറയുന്നു അത്രയും ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിന്റെ മേൽ ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരും. ഈ ഭക്തനാകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അനേക കുറവുകളുണ്ടായി, അനേക പ്രതിസന്ധികളുണ്ടായി. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ ദൈവപൈതലേ, എത്ര കുറവുണ്ടെങ്കിലും, എത്ര കഴുകിക്കളയുവാൻ കഴിയാത്ത നിലകളിലുള്ള കറ ജീവിതത്തിന് മേൽ സംഭവിച്ചാലും ദൈവസന്നിധിയിൽ കയറി ചെന്നാൽ അവിടെ അതിന് വ്യക്തമായ പരിഹാരമുണ്ട്. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണവും എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ദാവീദ് കരഞ്ഞ് നിലവിളിച്ചോ അല്ലെങ്കിൽ അവന്റെ ഉള്ളത്തിനകത്തിലെ വ്യസനത്തിനകത്തിൽ നിന്നുകൊണ്ടോ താൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. താൻ ആ കാര്യം പറയുമ്പോൾ തന്നെ അറിയാം, സാമുവേൽ പ്രവാചകൻ തൻ്റെ ഭവനത്തിനകത്തിലേക്ക് രാജകീയ അഭിഷേകത്തിന്റെ തൈലവുമായി കടന്നു വന്നപ്പോൾ അവന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും തന്നെ ദാവീദിന്റെ പേര് പറയാൻ തുനിഞ്ഞില്ല. തുനിയാതിരിക്കുമ്പോൾ സാമുവേൽ പ്രവാചകന്റെ മുമ്പിലേക്ക് സഹോദരന്മാരെ ഓരോരുത്തരെയും ഇശായി കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും അവിടെ എങ്ങും ദാവീദിന്റെ പേര് പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ സാമുവേൽ പ്രവാചകൻ തന്റെ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ദൈവം ഓരോ സഹോദരങ്ങൾ കടന്നു വരുമ്പോഴും ദൈവം അവനെ അഭിഷേകം ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഏറ്റവും അവസാനത്തെ സാമുവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ മാത്രമാണ് ദാവീദിന്റെ പേര് പുറത്തു വരുന്നത്. പ്രിയരെ, ഇതുപോലെ തന്നെ സമൂഹം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ കുടുംബത്തിനകത്തിലെ ബന്ധുമിത്രാദികളോ പലരും നമ്മെ ഇതുപോലെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? നാം മുമ്പോട്ട് കടന്നു വന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മെ പുറമോട്ട് മാറ്റി നിർത്തിയ പല ചരിത്രങ്ങൾ, പല സംഭവങ്ങൾ ജീവിതത്തിന്റെ മേൽ ഒരു വ്രണം പോലെ, ഒരു വലിയ വൂണ്ടായിട്ട് കിടപ്പുണ്ടോ? പ്രിയ ദൈവവേദലേ, ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവം ദാവീദിന്റെ പേരങ്ങോട്ട് ഓർക്കുകയാണ്. ദൈവം സത്യം പറഞ്ഞ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇശായിയുടെ വീടിന്റെ അഡ്രസ്സ് സാമുവേലിന് പറഞ്ഞു കൊടുത്ത് അവനെ അങ്ങോട്ട് കടന്നു വിടുന്നത്. ദൈവം അവനെ രഹസ്യത്തിൽ അഭിഷേകം ചെയ്തിരുന്നു എങ്കിൽ സാമുവേൽ പ്രവാചകനോട് പറഞ്ഞാൽ പോരെ, ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അവൻ ഇന്ന കാട്ടിനകത്തിൽ ആടിനെ മേയ്ക്കുകയാണ്. അല്ലെന്നേ, ദൈവം ചെയ്യുമ്പോൾ അത് 10 പേര് കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ 10 പേര് അറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതിന് അവന്റെ വീട്ടിലേക്ക് തന്നെ അയക്കുകയാണ്. അവനെ ഒറ്റപ്പെടുത്തിയ, അവനെ മാത്രം ആടിനെ മേയ്ക്കാൻ വിട്ട ആ കുടുംബത്തിനകത്തിലെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ നടുവില് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ആ മാറ്റിവെച്ച വ്യക്തികളുടെ നടുവിൽ തന്നെ അവരുടെ നാവ് കൊണ്ട് ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാണ് എന്ന് പറയിപ്പിച്ച്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ മുമ്പോട്ട് ഇനി ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന നിലയിൽ സാമുവേൽ പ്രവാചകൻ വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോ ദാവീദിനെ വരുത്താതെ വേറെ രക്ഷയില്ല. അങ്ങനെയാണ് ദാവീദിനെ അവിടെ വരുത്തിയത്.
അങ്ങനെ ദാവീദ് വന്നു. എന്നാൽ ആ ദാവീദ് വന്നത് ദൈവം സാമുവേലിന്റെ കാതിൽ പറഞ്ഞു, ഇവൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിത്വം. പ്രിയ ദൈവ പൈതലേ, ശ്രദ്ധിച്ചേ, സഹോദരങ്ങൾ മിലിറ്ററി ഉദ്യോഗസ്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ, സമൂഹത്തിലെ നാനാവിധ തുറകളിലേക്ക് സഹോദരങ്ങൾ കടന്നു പോകുമ്പോൾ, ഇവൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ഉള്ളത്തിനകത്തിൽ സത്യമായും തേങ്ങൽ ഉണ്ടാകത്തില്ലേ? അവൻ ആ കാട്ടിൽ ഒറ്റപ്പെട്ട ആടുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവൻ ആ ദൈവത്തോട്, ഇസ്രയേലിന്റെ ദൈവത്തോട് നിശ്ചയമായും പറഞ്ഞു കാണില്ലേ, കർത്താവേ, എൻ്റെ സ്ഥിതി എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ, എൻ്റെ കുടുംബത്തിൽ ആർക്കും എന്നെ വേണ്ടായോ എന്നൊക്കെ പറഞ്ഞ് അവൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചിന്തയാ പറയുന്നത്. ദൈവവേദന ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാറി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ, സമൂഹത്തിൽ നമുക്കൊരു വിലയും ആരും കൽപ്പിക്കാതെ മാറിയിരുന്ന സമയങ്ങളിലൊക്കെ കർത്തന്റെ സന്നിധിയിലൊക്കെ നെടുമ്പാട് വീട് കരഞ്ഞിട്ടില്ലേ? ചില സമയങ്ങളിൽ സൈലന്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ? ചില സമയത്ത് വാക്കുപോലും ഇല്ല, കണ്ണുനീർ മാത്രം ഒഴുകുവെന്ന ചില ദിവസങ്ങളില്ലേ? അതൊക്കെ കണ്ട് അറിഞ്ഞ ഒരു ദൈവം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്രായേൽ ജനം അവിടെ കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ നിലവിളി കേട്ട, അവരുടെ കണ്ണുനീരിനെ കണ്ട ഒരു നല്ല കർത്താവ് മോശയോട് വന്നിട്ട് വിളിച്ചു പറയുക, ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. പ്രിയ ദൈവമേ, ഈ ജനം ആ വയലിൽ കിടന്ന് ഇഷ്ടിക ഉണ്ടാക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർ നിലവിളിച്ച നിലവിളി കർത്താവിന്റെ കാതിലെത്തി എന്ന വചനം പറയുന്നത്. അപ്പോ കർത്താവിന്റെ കാതിലെത്തണമെങ്കിൽ ഓർത്തേ, ഇവിടെ ഈ ഭൂമിയിലിരുന്ന് കരഞ്ഞ ഒരു മനുഷ്യന്റെ കണ്ണുനീര് ആ കർത്തന്റെ കാതിലെത്തണമെന്നുണ്ടെങ്കിൽ ആ കർത്താവ് അത്ര അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുകയല്ലേ? ദൈവം ഈ നാളുകളിൽ നമുക്കൊന്ന് പറയാൻ കഴിയുമോ, എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ ദൈവം എനിക്ക് തുണയായി നിലനിൽക്കും, ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ സാന്നിധ്യമല്ല ഇപ്പോൾ ദാവീദിനെ കാട്ടിനകത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയത്. പ്രിയ ദൈവമേ, ഇന്ന് പറയാമോ, കർത്താവ് എനിക്ക് വേണ്ടി അവസരങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അവസരത്തിനകത്തിലേക്ക് ഞാൻ മുമ്പോട്ട് കയറി വരികയാണ്. എല്ലാ നന്മകളും പ്രാപിച്ച ഈ മനുഷ്യൻ രാജകൊട്ടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നടുവിൽ താൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ചമച്ച വാക്യ ശകലങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. അവിടെയാണ് ഈ മനുഷ്യൻ വീണ്ടും വിളിച്ചു പറയുകയാണ്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസം ആ ദൈവപ്രസാദത്തിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ആ ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിന് മേൽ ശ്രേഷ്ഠമായി വെളിപ്പെട്ടാൽ നിശ്ചയമായും പറയാം, അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അത് തുറക്കപ്പെടുകയാണ്. അനർത്ഥങ്ങൾ വ്യസനകാരണമായി തീരേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് നമുക്ക് തുണ നിൽക്കത്തില്ലേ? നിശ്ചയമായി തുണ നിന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അടുത്തതാവും വീണ്ടും പറയുകയാണ്, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. താൻ എന്ത് നീതിയാണോ ചെയ്തത്, താൻ ഏത് നിലകളിലാണോ ദൈവസന്നിധിയിൽ നടന്നത്, അതിനുള്ള പ്രതിഫലം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അടുത്തത്, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. താൻ പാപം ചെയ്തതിനെ കുറിച്ച് വചനം പറയും. താൻ തെറ്റിനകത്തിൽ കൂടെ കടന്നുപോയതും കുലപാതകം ചെയ്തതിനെ കുറിച്ചൊക്കെ വചനം പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വെളിപ്പെടുത്തുന്ന ആ സമയത്ത് ഡോക്ടർ ലൂക്കോസ് എഴുതി വെക്കുകയാണ്, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ പാപത്തിനകത്തിൽ കൂടെ കടന്നുപോയില്ലേ? അറിഞ്ഞുകൊണ്ട് താനൊരു വ്യക്തിത്വത്തെ കൊന്ന് കളഞ്ഞില്ലേ? പക്ഷേ ഇത് വ്യക്തമായി മനസ്സിലാക്കി നാഥാൻ പ്രവാചകനിൽ കൂടെ തൻ്റെ കാതിൽ ആ ദൂത് കേട്ടപ്പോ ഈ മനുഷ്യൻ നെടുമ്പാട് വീണ് കരഞ്ഞ കരച്ചിലും വചനത്തിനകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവവേദന, ഈ ദിവസങ്ങളിൽ നമ്മൾ പാപം ചെയ്തോ തെറ്റ് ചെയ്തോ അതൊക്കെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം ദൈവസന്നിധിക്കകത്ത് കർത്തന്റെ സന്നിധിയിൽ കയറി വന്നിട്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയാൻ കഴിയുമോ, കർത്താവെ, തെറ്റ് പറ്റിപ്പോയി, ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, ചില പ്രതിസന്ധികൾക്കകത്തിൽ കൂടെ കടന്നുപോയി, സത്യമാണ്,
ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മറച്ചു വെക്കുന്നില്ല എന്ന നിലയിൽ താൻ നിലവിളിച്ച് കർത്തന്റെ സന്നിധിയിൽ ആ കരഞ്ഞ കരച്ചിലിന്റെ നടുവിൽ വ്യക്തമായി അവന്റെ ജീവിതത്തിന്റെ മേൽ വിടുതൽ കൊടുത്തത് കൊണ്ടല്ലേ ദൈവം ഈ ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, കരയുന്ന കുഞ്ഞെ, ഏത് വലിയ നീറുന്ന വിഷയമാണെങ്കിലും ആ നീറുന്ന വിഷയത്തെ ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അടിപ്പിണരാൻ സൗഖ്യം തരുന്നതാണ്. നിന്റെ നീറുന്ന ആ പ്രതിസന്ധിക്ക് നടുവിൽ വ്യക്തമായ ഉദ്ധാരണത്തെ കൽപ്പിച്ചു തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലൊന്ന് കർത്തന്റെ സന്നിധി ചേർന്ന് നിന്നിട്ട് പറയാമോ, യേശുപ്പാ, എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ നിഗളം നിമിത്തമായിട്ട്, കള്ളത്തരങ്ങൾ നിമിത്തമായിട്ടൊക്കെ ഉണ്ടായി. കർത്താവെ, അവിടെ തന്നെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കും. അവിടുന്ന് തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് എന്നെ ഒന്ന് മാനിക്കണം. ആ മാന്യത ലഭിച്ചപ്പോഴാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, അവൻ എന്നെ മാനിച്ചു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ നീതിക്ക് തക്കവണ്ണം ആ കർത്താവ് പ്രതിഫലം നൽകി. താൻ എന്താണ് എന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലെ താൻ വിളിച്ചു പറയുന്നത്, എൻ്റെ നീതിക്ക് തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ നീതിക്ക് അനുസരിച്ചുള്ളതല്ലേ? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്ന് പറയാമോ, കർത്താവേ, ആ നീതിക്ക് തക്കവണ്ണമുള്ള ഒരു പ്രതിഫലം തന്ന് എന്നെ അവിടുത്തെ മാനിക്കണം. ഞാനിന്ന് പലവിധമായ ഞെരുക്കത്തിനകത്തിൽ കൂടെയും പ്രശ്നത്തിനകത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധികളെയൊക്കെ ഒന്ന് ജയിക്കുവാൻ, തരണം ചെയ്യാൻ കർത്താവേ, എനിക്ക് അവിടുത്തെ ഒരു കൃപയെ അവിടുന്ന് പകരണം. പിന്നീട് താൻ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, യഹോവേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ പറയുകയാണ്, ദൈവം എന്നോട് കൂടെയുള്ളപ്പോൾ എൻ്റെ മുമ്പിലെ ഇരുട്ടിനെ പ്രകാശമാക്കാൻ കർത്താവിൻ്റെ ദീപം അത് ശ്രേഷ്ഠതയേറിയ നിലയിൽ കത്തുമ്പോൾ എൻ്റെ മുമ്പിൽ വഴികൾ തുറന്നു വരികയാണ്. പലപ്പോഴും ഇരുട്ടത്ത് നമുക്ക് പുറത്തു പോകുവാൻ വളരെ ഭയമാണ്. എന്നാൽ ആ ഇരുട്ടിന്റെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ടെങ്കിലോ, ആ വെളിച്ചത്തിൽ യാതൊരു ഭയവുമില്ലാതെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യും, വേഗത്തിൽ യാത്ര ചെയ്യും. ദൈവവേദന അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറ, എൻ്റെ മുമ്പോട്ടുള്ള ഗമനാഗമനത്തിന്റെ മേൽ എൻ്റെ ദൈവം നീതി സൂര്യനായി വെളിപ്പെടും. ആ നീതി സൂര്യന്റെ ആ പ്രകാശത്തിനകത്ത് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യും. അപ്പോൾ എൻ്റെ മുമ്പിൽ എത്ര വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടായാലും ആ മതിൽക്കെട്ടുകളെ ചാടിക്കടക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കാലിന് മാൻപേടെ കാല് പോലത്തെ ബലത്തെ തന്ന് ഗിരികളിൽ എന്നെ ശ്രേഷ്ഠമായി നിർത്തും. ഈ വചനങ്ങൾ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ അവസ്ഥയ്ക്ക് അവിടുന്ന് ഭേദം വരുത്തണം. ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നീതിസൂര്യനാകുന്ന നല്ല കർത്താവെ, വചനം കേട്ട ഈ ജനത്തിന്റെ ആ അവസ്ഥകളുടെ നടുവിൽ കർത്താവെ, അവിടുന്ന് വ്യക്തമായ മറുപടിയെ കൈമാറി കൊടുക്കുവാൻ ശക്തനാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകട്ടെ. നീതി പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം തരുന്ന ആ ദൈവത്തിന്റെ ശ്രേഷ്ഠതയേറിയ കരം ഈ ജനത്തിന്റെ മേൽ ശക്തിയോടെ വെളിപ്പെടട്ടെ. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ, നന്മ കൊണ്ട് നിറയപ്പെടട്ടെ. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I bless you in Jesus' name. Amen.